സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശം കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നല്ലോ. യാക്കോബേ, ഇനി നിന്റെ പേർ യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേർ ഇസ്രായേൽ എന്നത്രേ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ദൈവികമായ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളുടെ കഴിവോ ഒന്നും തമ്പുരാനൊരു വിഷയമേ അല്ല. എന്റെ ഫേവർ, എന്റെ പ്രീതി, എന്റെ അനുകൂലത നീ പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ നിന്നെ മാനിക്കും. ഇത് ജോസഫ് അനുഭവിച്ച ഒന്നാണ്. ജോസഫിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. പറയാൻ സമയമില്ല, വാക്യം പറഞ്ഞങ്ങ് വിടാം. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കൃതാർത്ഥനായി, അവൻ പ്രോസ്പെരിറ്റി ഉണ്ടായി, അവൻ പ്രോസ്പറായി. ദൈവത്തിന്റെ ഫേവർ എന്ന് പറയുന്നത് ഒരുത്തന്റെ കൂടെ ദൈവം ഉള്ളതാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ കൂടെ എന്റെ ദൈവം ഉണ്ടെന്ന്? ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം 21 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ 21 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, ആ കാരണം കൊണ്ട് കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. and gave him favor in the sight of the keeper of the prison. അവന്റെ മേളിൽ ഉണ്ടായിരുന്ന ഫേവർ. ഓ ഹല്ലേലൂയ. എസ്തേറിലേക്ക് വരുമ്പോൾ, എസ്തേറിനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ സഹോദരിമാരെ? എസ്തേർ ഒരു അനാഥയായ പെൺകുട്ടിയായിരുന്നു. അവളുടെ അപ്പനും അമ്മയും അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യനാണ് എസ്തേറിനെ എടുത്തു വളർത്തിയത്. ഒരു അനാഥ പെൺകുച്ചിനുണ്ടാകുന്ന, എടുത്തു വളർത്തപ്പെടുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന എല്ലാ പരിമിതികളും എസ്തേറിനുണ്ടായിരുന്നു. പക്ഷേ എസ്തേറിന്റെ മേളിൽ ദൈവത്തിന്റെ പ്രീതി, ഫേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? എസ്തേറിന്റെ പുസ്തകം 2 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മൊർദെഖായി തനിക്ക് മകളായി എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഗയിലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. And Esther obtained favor in the sight of all. ആരൊക്കെ അവളെ നോക്കുന്നവർക്കെല്ലാം അവളോട് ഇഷ്ടം തോന്നും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന ശ്രദ്ധിക്കുന്നു? എസ്തേറിന്റെ പുസ്തകം 5 അധ്യായം 2 വാക്യത്തിൽ വരുമ്പോ, എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ രാജാവിന് അവളോട് കൃപ തോന്നി. അവിടെ എഴുതിയിട്ടുണ്ട്, that she obtained favor in his sight. രാജാവിന് അവളോട് ഫേവർ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്ത് ചെയ്ത് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. വസ്തി എന്ന് പറയുന്ന ഒരു രാജ്ഞി അവിടെയുണ്ട്. ആ വസ്തിയെ മാറ്റി എസ്തേറിനെ അവിടുത്തെ രാജ്ഞിയാക്കി മാറ്റി. ഒരു അനാഥ പെൺകുട്ടി, എടുത്തു വളർത്തപ്പെട്ട ഒരു പെങ്കൊച്ച് ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിതയായി. എന്താണ് റീസൺ? ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രീതി. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനും സീറായിരുന്നു, ദർശകനുമായിരുന്നു, വിശുദ്ധനായിരുന്നു. ദാനിയേലിന് രാജ്യത്തിന്റെ ഫേവർ ഉണ്ടായി, രാജാവിന്റെ ഫേവർ ഉണ്ടായി. കാരണം എന്നാണെന്നറിയാവോ? ഈ ദാനിയേൽ പ്രവചന പുസ്തകം 1 അധ്യായം 9 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം ദാനിയേലിന് ഷണ്ണാധിപന്റെ മുമ്പിൽ ദൈവം കരുണയും ലഭിക്കാൻ ഇടവരുത്തി. Now God had brought Daniel into favor.
ദാനിയേലിന്റെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒഫീഷ്യലിന്റെ മുമ്പിൽ, പ്രിൻസിന്റെ മുമ്പിൽ, ആ രാജ്യത്തിലെ പ്രഥമ പുരുഷന്റെ മുമ്പിൽ ദാനിയേലിന് ദൈവീക അനുകൂലതയുണ്ടായി. മക്കളെ, നാട്ടുകാർ കൂടുണ്ടോ എന്നുള്ളതല്ല, കുടുംബക്കാര് കൂടുണ്ടോ എന്നുള്ളതല്ല, സംഘടനയോ രാഷ്ട്രീയ നേതാക്കന്മാരോ നിന്റെ കൂടുണ്ടോ എന്നുള്ളതല്ല. ഒരുപക്ഷെ ദൈവത്തിന്റെ ഫേവർ ഉള്ളവന്റെ കൂടെ ഇതൊക്കെ ദൈവം ചേർത്ത് വെക്കും. പക്ഷെ അവരല്ല വലുത്, ഇതെല്ലാം നിനക്ക് അനുകൂലമാക്കുന്ന ദൈവമാണ് വലുത്. കിട്ടിയോ? മനുഷ്യരെല്ലാം റിസോഴ്സ് ആണ്, ദൈവമാണ് സോഴ്സ്. ഏലിയാവിന്റെ അടുക്കൽ വന്ന കാക്കയാണ് ഏലിയാവിന് അപ്പോ ഇറച്ചി കൊടുത്തതെങ്കിലും കാക്ക റിസോഴ്സ് ആണ്, പക്ഷെ സോഴ്സ് ദൈവമാണ്. ഷിജിൻ ബ്രദറിന് ഇന്ന് യോഗം കഴിയുമ്പം ഇവരിൽ ആരെങ്കിലും ഒരാൾ 25,000 രൂപ തന്നിരിക്കട്ടെ. ഈ യോഗം കഴിയുമ്പോ ഇവരാരെങ്കിലും ഒരാൾ 25,000 രൂപ തന്നിരിക്കട്ടെ, കിട്ടട്ടെ. അപ്പൊ നമ്മള് പറയും, അയ്യോ എവിടെല്ലാം ഞാൻ പാടാൻ പോയി, ആരും അങ്ങനൊരു കാര്യം എന്നോട് കാണിച്ചില്ല, തങ്കച്ചാൻ എത്ര നല്ല മനുഷ്യനാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തങ്കച്ചാന്റെ നമ്പർ എടുക്കുന്നു, തങ്കച്ചാനെ വിളിക്കുന്നു, തങ്കച്ചാൻ നല്ല മനുഷ്യനാന്ന് പറയുന്നു, തങ്കച്ചാൻ അത് കേൾക്കുന്നതൊരു സന്തോഷം, അങ്ങനെ മൊത്തത്തിലൊരു സന്തോഷമായി. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ മോനെ, ആ 25,000 രൂപ തന്ന തങ്കച്ചാനില്ലേ, അല്ലെങ്കിൽ ആ ബ്രദർ ഇല്ലേ, ആ തോമസ് ഇല്ലേ, അദ്ദേഹം റിസോഴ്സാ. അങ്ങേരെയും കൊണ്ട് നിന്റെ ദൈവം നിനക്ക് തെരിയിച്ചതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരും? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാനത് മേടിച്ചിട്ട് ആദ്യം എന്റെ കർത്താവിന് നന്ദി പറയും, പിന്നെ അച്ചായന് നന്ദി പറയൂ. ഞാൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യും. ആ ബ്രദർ ആ ബ്രദറിനും അത് അനുസരിക്കാൻ ഒരു മനസ്സുണ്ടല്ലോ. കൊടുക്കാൻ ദൈവം പറഞ്ഞപ്പം, ആ സഹോദരന് ഒരു 10,000 രൂപ കൊടുക്കൂ എന്ന് മനസ്സിൽ പറഞ്ഞപ്പോ